നമസ്കാരം ഡോക്ടർ രാമകൃഷ്ണൻ. നമസ്കാരം സർ. ഇത് ഈ വേദിയിലേക്കുള്ള രണ്ടാം ഊഴമാണ്. അതെ, ഒരു രണ്ടാം വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം സാധാരണഗതിയിൽ ഈ പരിപാടിയിൽ ഒരു തവണ മാത്രമേ ഒരാൾ വരാറുള്ളൂ. എന്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. നമ്മുടെ ഭാഗ്യമാണ്. പക്ഷേ ഈ അത്ര ഭാഗ്യമുള്ള ഒരു സാഹചര്യത്തിലല്ല രാമകൃഷ്ണൻ ഇങ്ങോട്ട് വരുന്നത്. അല്ല, മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രതിസന്ധികളെ രാമകൃഷ്ണൻ ജീവിതത്തിൽ അതിജീവിച്ചിട്ടുണ്ട്. സഹോദരന്റെ മരണം ഉൾപ്പെടെ. കലാഭവൻ മണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വികാരമാണ്. തീർച്ചയായും. ആ വീട്ടിലെ ഒരാളിന് ഇത്രയും വേദന നൽകുന്ന ഒരു അപവാദങ്ങൾ വരിക, മാത്രമല്ല PhD വരെ നേടിയിട്ട് ഒരു ജോലി കിട്ടാതെ പോവുക, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ രാമകൃഷ്ണൻ കടന്നു പോകുന്നു. തീർച്ചയായും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നാട്യശാസ്ത്രത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോഹിനിയാട്ടം സ്ത്രീകൾ മാത്രം കളിക്കുന്ന പരിപാടിയെന്ന്. നാട്യശാസ്ത്രത്തിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ലേ. നാട്യശാസ്ത്രം എന്ന് പറയുന്നത് നാട്യത്തിന് വേണ്ടിയുള്ളതാണ്. അവിടെ നൃത്തം എന്നൊരു കോൺസെപ്റ്റ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞു വെക്കുന്നത് ആകെ 4-ാമത്തെ അധ്യായമായ താണ്ഡവലക്ഷണത്തിലാണ്. ഒരിക്കലും അവിടെ നൃത്തത്തിൻ്റെ ഒരു വേരിയേഷൻ പറയുന്നില്ല. നൃത്തം ഇതാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നീട് വന്നിട്ടുള്ള ടെക്സ്റ്റുകളിലാണ്, നാട്യശാസ്ത്രത്തിന് ശേഷം വന്നിട്ടുള്ള ടെക്സ്റ്റുകളിലാണ് നൃത്തം, നൃത്യം, നാട്യം എന്നൊക്കെ വിഭജനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നാട്യശാസ്ത്രത്തിൽ അങ്ങനെ ഒരിക്കലും, നാട്യശാസ്ത്രം മാത്രമല്ല ഒരു നാട്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മോഹിനിയാട്ടം ഇങ്ങനെയാവണം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക കലാരൂപങ്ങൾ ഇങ്ങനെയാവണം എന്ന് യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇല്ല. നൃത്തത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് നമ്മൾ ഓരോ പ്രാദേശിക, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, സത്രിയ, മണിപ്പൂരി, ഒഡീസി, കഥക്ക്, ഇങ്ങനെയുള്ള ഡാൻസ് ഫോമുകളൊക്കെ നമ്മുടെ ഭാരതത്തിലുണ്ട്. പക്ഷേ ഈ ഡാൻസ് ഫോമുകളൊന്നും തന്നെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല. രാമകൃഷ്ണൻ, ശരിക്കും ഈ മോഹിനിയാട്ടം എന്ന നാട്യകല അത് കളിക്കേണ്ടത് മോഹിനികൾ തന്നെ ആയിരിക്കണം എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളൂ? ഇതിന് എന്താ പറയുക, തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് ഇതിനെ മോഹിനിയാട്ടം എന്ന പേര് ചൊല്ലി വിളിക്കുന്നത്. ഇതൊരിക്കലും ഒരു ദേവദാസി സമ്പ്രദായത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളതല്ല. ഇവിടെ ഇങ്ങനെ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രത്തിൽ മോഹിനിയാട്ടം ദേവദാസി പാരമ്പര്യമാണ് എന്നുള്ളൊരു ചരിത്രമാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ എൻ്റെ ഗവേഷണ ഫലമായിട്ട് ഞാൻ ആദ്യമായി കണ്ടെടുത്തത് ഇത്തരം രേഖകൾ തിരുവിതാംകൂർ ആർക്കൈവ്സിൽ നിന്നാണ് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇവിടെ ദാസിയാട്ടത്തിന് പെണ്ണുങ്ങളില്ലാത്തതിനാൽ പരദേശത്തു നിന്ന് വന്ന ദാസിമാരെ കൊട്ടാരത്തിൽ പാർപ്പിച്ചുകൊണ്ട് നട്ടുവനായ അയ്യപ്പ പണിക്കരെ കൊണ്ട് പുതുതായി ചിട്ട ചെയ്ത മോഹിനിയാട്ടം ചിട്ട ചെയ്യാൻ ഇവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അതുമാത്രമാണ് ദാസി എന്നൊരു ദാസി ആട്ടത്തിനായിട്ടുള്ള ബന്ധം. അതായത് ഈ പുറത്തുനിന്ന്, അതായത് തിരുവിതാംകൂർ തൊട്ടപ്പുറത്താണല്ലോ തമിഴ്നാട്. അപ്പോൾ അവിടെ നിന്ന് വന്ന ദാസിമാർ 3-4 ദാസിമാരുണ്ടായിരുന്നു. ആ ദാസിമാരെ വെച്ചിട്ടാണ് കേരളീയ മാതൃകയിൽ ഒരു നൃത്തരൂപം ചിട്ട ചെയ്യുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അധിക്ഷേപം കലർന്ന അപവാദം ഈ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഉന്നയിക്കാൻ എന്താണ് ഒരു പശ്ചാത്തലം? നിങ്ങളുമിൽ എന്തെങ്കിലും വേറെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ? വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പോഴും പറയുന്നത് ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കുന്നത് ഇഷ്ടമല്ല. ടീച്ചർ ഈ കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുമ്പോൾ രാമകൃഷ്ണൻ വിദ്യാർത്ഥിയല്ലേ? ടീച്ചർ ജോലിയല്ല ചെയ്തത്, ഭരണസമിതി സിൻഡിക്കേറ്റ് മെമ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, ആ സമയം ഞാൻ അവിടുത്തെ PhD MPhil വിത്ത് PhD കോഴ്സ് ചെയ്യായിരുന്നു. അപ്പൊ പൊതുവെ ടീച്ചർക്ക് മോഹിനിയാട്ടം ആണുങ്ങൾ കളിക്കുന്നതിനോടുള്ള താല്പര്യക്കുറവുണ്ട്. അത് പലപ്പോഴും സൗന്ദര്യശാസ്ത്രപരമാണോ വ്യക്തിപരമാണോ? സൗന്ദര്യശാസ്ത്രപരമായിട്ട് ടീച്ചറുടെ സൗന്ദര്യശാസ്ത്രമാണ് ടീച്ചർ പറയുന്നത്. അവരുടെ സൗന്ദര്യശാസ്ത്രം വെച്ചാണെങ്കിലും അതങ്ങനെയാണോ? ഇതിൽ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയുന്നത്, ഈ മോഹിനിയാട്ടത്തിന് വള്ളത്തോള് കലാമണ്ഡലത്തിൽ, ഈ കലാമണ്ഡലത്തിൽ വെച്ച സംഭവം ആയതുകൊണ്ട് പറയാണ്, വള്ളത്തോള് കലാമണ്ഡലത്തിലൂടെ പുനരുജ്ജീവിച്ചപ്പോൾ ഈ കലാരൂപത്തിന് മോഹിനിയാട്ടം എന്നുള്ളൊരു പേര് നല്ലതല്ല, അല്ലെങ്കിൽ അത് ശരിയാവില്ല, പകരം ഇതിന് കൈരളി നൃത്തം എന്നുള്ളൊരു പേര് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു, വള്ളത്തോൾ പറഞ്ഞിരുന്നു. അത് കലാമണ്ഡല ചരിത്ര പുസ്തകത്തിൽ അടക്കമുണ്ട്. എന്നിട്ടാണ് ഇപ്പോഴും ഈ മോഹിനിയാട്ടം എന്നുള്ള, അതായത് നേരത്തെ കുപ്പിയിലുണ്ടായിരുന്ന വീഞ്ഞ് മുഴുവനും കളഞ്ഞു. അതായത് നേരത്തെ ഇതിന്റെ ഒറിജിനൽ ചിട്ടവട്ടങ്ങൾ രൂപപ്പെടുത്തിയതും ഒരു സത്യഭാമയാണല്ലോ. അതും ഈ പറയുന്ന പ്രസ്തുത സത്യഭാമയും തമ്മിൽ എന്താ ബന്ധം? നമ്മളെ സീനിയർ ആയിട്ടുള്ള സത്യഭാമ, അതായത് പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുള്ള കലാമണ്ഡലം പത്മനാഭനാശാന്റെ ഭാര്യയായിട്ടുള്ള സത്യഭാമ ടീച്ചറാണ് മോഹിനിയാട്ടത്തിന്റെ ഒരു 1950-കൾക്ക് ശേഷം 56 കൂടി ടീച്ചറാണ് അവിടുത്തെ വിദ്യാർത്ഥിയായി ചേർന്നു. ചിന്നമ്മൂമ്മ എന്ന് പറയും ഒരു ഗുരു, ആ ഗുരുവിന്റെ കീഴിൽ പഠിക്കുകയും പിന്നീട് മോഹിനിയാട്ടത്തിന് ഒരു സ്ട്രക്ചർ, ആധുനിക സ്ട്രക്ചർ ഉണ്ടാക്കിയ ടീച്ചറാണ് കലാമണ്ഡലം സീനിയർ പത്മശ്രീ സത്യഭാമ ടീച്ചർ. എനിക്ക് തോന്നുന്നത് ഇപ്പം ശരിക്കും ഈ അടുത്ത കാലത്ത് രാമകൃഷ്ണൻ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ വന്ന് മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഓർക്കാപ്പുറത്ത് ഇങ്ങനൊരു പ്രസ്താവന കൂടി വന്നത്. എന്തായിരുന്നു അവരുടെ യഥാർത്ഥ അധിക്ഷേപ വാക്കുകൾ?
മറ്റൊരു വിഷയവുമായി ചർച്ച ചെയ്ത ഒരു യൂട്യൂബ് ചർച്ചകൾക്കിടയിൽ ഇത് യൂട്യൂബിലാണല്ലോ ആദ്യം വന്നത്. അതെ അതെ ആ ചർച്ചകൾക്കിടയിൽ ഇങ്ങനെ പരാമർശങ്ങൾ വരുന്നു. അതായത് അതിന്റെ ഏകദേശം ഒരു 19 മിനിറ്റ് കഴിയുമ്പോഴാണ് ഈ പരാമർശങ്ങൾ വരുന്നത്. അതായത് ചാലക്കുടിയിലെ ഒരു നർത്തകൻ മോഹിനിയാട്ടക്കാരൻ ഉണ്ടെന്നും അവൻ കളിക്കുന്നത് കണ്ടാൽ അവനാണെങ്കിൽ കാക്കയെ പോലെ കറുത്തവനാണ്. പിന്നെ പറയുന്നു ഈ മോഹിനിയാട്ടം എന്നൊക്കെ പറഞ്ഞാൽ കാലൊക്കെ അകത്തി വെച്ച് കളിക്കുന്നതാണ്. അപ്പോൾ ഈ ആൺകുട്ടികൾ ഇങ്ങനെ കാലൊക്കെ അകത്തി വെച്ച് കളിച്ച വല്ലാത്തൊരു അരോചകത്വം തോന്നുന്നു. അത് ചെയ്യാൻ വേണമെങ്കിൽ നല്ല വെളുത്ത് സുന്ദരനായിട്ടുള്ള ആമ്പിളേർ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവതാരകനോട് പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയാൾക്ക് ഇത് അറിഞ്ഞില്ലെങ്കിലും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാം ആരെ ഇല്ല പേര് പറഞ്ഞിട്ടില്ല. താങ്കളുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാൾക്കെതിരെ 2 കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വളരെ ചാലക്കുടിക്കാരനാണെന്നും പറഞ്ഞു. അതെ അതെ. അപ്പൊ വളരെ ചാലക്കുടിയിലെ ഏത് നർത്തകനാണ് ഈ ടീച്ചർ കേസ് കൊടുത്തുള്ള വളരെ വ്യക്തമായിട്ട് നമുക്ക് തെളിവുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കേസ് എന്തായിരുന്നു ശരിക്കും? കേസ് ഈ പറഞ്ഞിരിക്കുന്നത് അവിടെ ടീച്ചറുമായി പല ഘട്ടങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വോയിസ് ലീക്കായി പോയി, വോയിസ് ക്ലിപ്പ്. അപ്പൊ ടീച്ചറും ഞാനും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ആയിരുന്നു അത് ഒരു യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ ചർച്ച ടീച്ചർ അവിടെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൽ നമ്മൾ സംസാരിച്ച് വെക്കുമ്പോൾ നമ്മൾ വളരെ വിനീതനായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ യൂട്യൂബിൽ ഞാൻ വളരെ ഹാർഷായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ വളരെ ടീച്ചർ എന്താണ് പ്രശ്നം, അതങ്ങനെ എന്താ ഉണ്ടായത് എന്നാണ് ഞാൻ ചോദിച്ചത്. ടീച്ചർ അതിൽ പറയുന്നത് ആദ്യം ഞാൻ അങ്ങോട്ട് വിളിച്ചെന്ന് പറയുന്നത്, പക്ഷേ ടീച്ചർ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. കാരണം അവിടെ ഒരു ബന്ധമുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളികൾ നടന്നിരുന്നു. ഇഷ്ടമുണ്ടായിട്ടാണോ അല്ലെന്ന് അറിയില്ല. അങ്ങനെ പിന്നീട് ടീച്ചർ അവിടെ ഈ സംഭാഷണത്തിനൊടുവിൽ ഇപ്പം എന്നെ ആക്ഷേപിച്ചതുപോലെ തന്നെ മറ്റു പല ഗുരുക്കന്മാരെയും ആക്ഷേപിച്ച് സംസാരിക്കാനുണ്ടായത്. അപ്പോൾ ഈ ഒരു വോയിസ് ലീക്ക് ആയതോടുകൂടിയാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ എനിക്ക് അവിടെ എപ്പോൾ നോക്കിയാലും PhD മോഹനയാട്ടമാണ്, ആണുങ്ങൾ ചെയ്ത മോഹനയാട്ടവും അല്ലെങ്കിൽ അതിൽ PhD ചെയ്താൽ നന്നാവില്ല എന്നുള്ള രീതിയിലുള്ള പല പരാമർശങ്ങൾ. രാമകൃഷ്ണനെ മോഹനൻ എന്ന് വിളിക്കാനും ഒരു ശ്രമം നടത്തിയിരുന്നു. അത് 2016 ഞാൻ ടൂറിസം പ്രോഗ്രാമിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ അതാണ് ഫസ്റ്റ് കോൾ ടീച്ചറുടെ. എന്നെ പിന്നെ അവിടെ സെലക്ഷൻ കമ്മിറ്റി മെമ്പർ ആയിരുന്നു ടീച്ചർ. മാത്രമല്ല ഡോക്ടർ നീന പ്രസാദ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ നർത്തകരൊക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ എന്നെ വിളിച്ച് സംസാരിക്കുകയാണ്, നീ ഇപ്പം എന്നാ മോഹനനായത്? അപ്പോൾ ടീച്ചറെ വിചാരം ഞാൻ ഭരതനാട്യമാണ് കളിക്കുക എന്നുള്ളത്. അപ്പോൾ മോഹിനിയാട്ടത്തിൽ കേരളത്തിൽ എവിടെയും ബിരുദം ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ധാരണയായിരുന്നു ടീച്ചർക്ക്. പക്ഷേ ഞാൻ RLV കോളേജിൽ ഡിപ്ലോമ മോഹിനിയാട്ടം, പോസ്റ്റ് ഡിപ്ലോമ മോഹിനിയാട്ടം MA MG യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ സമയമായിരുന്നു അത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ടീച്ചറെ ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ അന്നേ തന്നെ മോഹനനെന്നും അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ആ കാഴ്ചപ്പാടോട് കൂടിയാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.